ഗുഡ് മോർണിംഗ് കേരള. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ഇന്ന് ഡിസംബർ 22. ഭാരതം കണ്ട ലോക പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ 138ാം ജന്മവാർഷികമാണ്. ഗണിതശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ നിസ്തുലമായ സംഭാവനകളെ മുൻനിർത്തിയാണ് രാജ്യം ഇന്ന് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഔദ്യോഗിക ഗണിതശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തിലും സ്വപ്രയത്നത്താൽ ഗണിതത്തിലെ സങ്കീർണമായ സമവാക്യങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. തന്റെ ചുരുങ്ങിയ ജീവിതകാലത്തിനിടയിൽ 3900ഓളം ഫലങ്ങളും സിദ്ധാന്തങ്ങളും അദ്ദേഹം കണ്ടെത്തി. ഇതിൽ സംഖ്യാ സിദ്ധാന്തം അഥവാ നമ്പർ തിയറി, ഇൻഫിനിറ്റ് സീരീസ്, ഫ്രാക്ഷനുകൾ എന്നിവ പ്രധാനമാണ്. 2011 ഡിസംബർ 26 മദ്രാസ് സർവകലാശാലയിൽ നടന്ന രാമാനുജന്റെ 125ാം ജന്മവാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി പ്രഖ്യാപിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഇനി VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് നിയമത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. ഇതോടെ 2005 ആരംഭിച്ച MGNREGA ചരിത്രമായി മാറി. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം. കർശന മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി. സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശക്തമായ മുന്നറിയിപ്പ് നൽകി. കേരളത്തിന്റെ മതേതര സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. വിദ്യാലയങ്ങളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളിൽ നിന്ന് പണം പിരിച്ച ശേഷം ആഘോഷങ്ങൾ റദ്ദാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം ഊർജിതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭട്ടാരിയെയും ജ്വല്ലറി ഉടമയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങി. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ ആക്രമണം. പെരിന്തൽമണ്ണയിൽ ഇന്ന് UDF ഹർത്താൽ. പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് മണ്ഡലത്തിൽ UDF ഹർത്താൽ ആചരിക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് UDF ആരോപിച്ചു. അക്രമികൾക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലെ പ്രധാന ഘട്ടങ്ങൾ കേരള ഹൈക്കോടതി റദ്ദാക്കി. പദ്ധതിക്ക് തിരിച്ചടിയാകുന്ന വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ചട്ടലംഘനവും നടപടിക്രമങ്ങളിലെ പാളിച്ചകളും ഉണ്ടായതായി കോടതി നിരീക്ഷിച്ചു. റബ്ബർ ലാറ്റക്സിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റിംഗ് പുതിയ കണ്ടുപിടുത്തവുമായി RRII. പ്രകൃതിദത്ത റബ്ബർ ലാറ്റക്സ് ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായ വാട്ടർ ബേസ്ഡ് പെയിന്റിംഗ് വികസിപ്പിച്ചെടുത്ത് ഇന്ത്യൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ. രാസവസ്തുക്കൾ അടങ്ങിയ പെയിന്റുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സുസ്ഥിര നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കണ്ടുപിടുത്തം സഹായിക്കും. പെയിന്റ് വ്യവസായത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് ഇത് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. രവീന്ദ്രൻ പട്ടയം ഹൈറേഞ്ച് മേഖലയിൽ അനിശ്ചിതത്വം തുടരുന്നു. രവീന്ദ്രൻ പട്ടയവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി സ്റ്റേ തുടരുന്നത് ഹൈറേഞ്ച് മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. പുതിയ പട്ടയങ്ങൾ നൽകുന്ന നടപടി നിലച്ചതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്ത അവസ്ഥയിലാണ് താമസക്കാർ. ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ തർക്കം പരിഹരിക്കാൻ സർക്കാർ കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വനിതാ സുരക്ഷാ സഹായ പദ്ധതി അപേക്ഷകൾ ക്ഷണിച്ചു.
കേരള സർക്കാരിന്റെ വനിതാ സുരക്ഷാ സഹായ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള അർഹരായ സ്ത്രീകൾക്കും ട്രാൻസ് വുമൺസിനും പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. സാമൂഹിക സുരക്ഷയും വ്യക്തിഗത സുരക്ഷയും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വാർത്ത തുടരും. സൈനിങ് ഓഫ്.